ടൈറ്റാനിക് മ്യൂസിയത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. This is the one they used for Providence work in Titanic. ടൈറ്റാനിക്കിന്റെ മൊത്തം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു മ്യൂസിയത്തിനകത്ത് അവർ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇത് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ സൈൻ ചെയ്തതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വിശദമായിട്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. ഒരു പ്രൊഫഷണൽ എഗ്രിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷിപ്പിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ വളരെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും വെച്ചാൽ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ടൈറ്റാനിക് ഷിപ്പിന്റെ മൊത്തം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവര് വളരെ നന്നായിട്ട് ഈ ഒരു മ്യൂസിയത്തിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത് ഈ ഒരു പാർട്ടിലേക്ക് പോകുമ്പോഴാണ്. ഒരു ഷിപ്പ് യാർഡ് എന്നാണ് ഈ ഒരു ഭാഗത്തേക്ക് പറയുന്നത്. ദ ഷിപ്പ് യാർഡ് എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മളൊരു കേബിൾ കാറിന്റെ അകത്ത് പോയിട്ട് ടൈറ്റാനിക് നിർമ്മിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതിന്റെ അകത്തെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സമയത്ത് ആൾക്കാരുടെ കോൺവെർസേഷൻ, പിന്നെ ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയായിരുന്നു, അവിടെയുള്ള കാര്യങ്ങളും, പിന്നെ ഇതൊക്കെ ആ സമയത്ത് യൂസ് ചെയ്ത കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ശരിക്കും ആ ടൈമിൽ ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു, അവിടെയുള്ള ആൾക്കാർ ആ സമയത്ത് വർക്ക് ചെയ്തത്, അതിന്റെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ അതിന്റെ ഒരു സൗണ്ടും അതൊക്കെ കൊണ്ട് നമുക്ക് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. വളരെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ അതിലൂടെ പോകുന്ന സമയത്ത്. നമ്മൾ എത്രയോ വർഷം പിറകിലോട്ട് ആണ് നമ്മളെ കൊണ്ടുപോയത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്തുള്ള നിർമ്മാണ രീതികളും അവരുടെ പ്രവർത്തനങ്ങളും ആൾക്കാർ എങ്ങനെയായിരുന്നു അവിടെ പണിയെടുത്തിരുന്നതും എത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു വലിയൊരു ഷിപ്പ് അവർ ബിൽഡ് ചെയ്തതും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇതുവരെ നമ്മളിപ്പോൾ ഒരുപാട് മ്യൂസിയത്തിന്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണുള്ളത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. Made up of steel plates. The rest of the rivet squad all had to fit into that gap. One of the 4 men would check each rivet with a special hammer. If it made a ringing sound, we'd have to go back and chase it out afterward. We were paid 31 bob a week. The heater boy and catcher got 16 bob, but we all worked the same 54 hours. We'd have all these timbers and guy wires to steady the frame, and men scurrying around like ants underneath. When we came to launch day, I was torn between pride and fear. The standing ways were coated in tallow, train oil and soft soap. But the ship would slide when they shifted her weight off the blocks. That was the most dangerous part. And the shipwrights were knocking away the last props. They were under compression, you see, and the sliding ways would be released by the hydraulic trigger. ഇത് ലോർഡ് പൈറസിന്റെ പോക്കറ്റ് വാച്ചാണ് ഈ കാണുന്നത്. ഇത് ടൈറ്റാനിക്കിന്റെ ആ ഒരു അവശിഷ്ടങ്ങൾ കിട്ടിയ കൂട്ടത്തിൽ ഈ ഒരു വാച്ചും പോക്കറ്റ് വാച്ചും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പ്രത്യേകതകളും നിറഞ്ഞതാണ് ടൈറ്റാനിക് മ്യൂസിയം. സോ ഇതിന്റെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ഇറ്റ്സ് അഞ്ജലി അശ്വിൻ സൈനിങ് ഓഫ്. ബൈ.